രാജ്കുമാർ ഈ പറയുന്ന പോലെ വിനോദസഞ്ചാരികൾക്ക് പേടിയില്ല എങ്കിൽ പോലും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ളത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതാണെന്ന് അവരോട് പറയണം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി മറ്റൊന്ന്, ചൂടെങ്ങനെയുണ്ട്? ചൂടിപ്പോൾ രാവിലെ ഇങ്ങനെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. അപ്പം ഞാൻ നേരെ സൂര്യൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അത്ര ചൂടിനൊരു കാഠിന്യമായിട്ടില്ല. അതൊരു സാധാരണഗതിയിൽ കൊല്ലത്തിപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് അനുഭവിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണി കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല. ഒരു 2 മണി 3 മണിയൊക്കെ ആവുന്ന സമയത്ത് ശരീരം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ പൊള്ളുന്നത് പോലത്തെ ഒരു പ്രശ്നമുണ്ട്. അത്രയേറെ ചൂട് അനുഭവിക്കുന്നു. ഇപ്പം ഞാൻ ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. വിനോദസഞ്ചാരികൾ വന്ന് ഇറങ്ങുന്ന ഒരു ഇത് കാണിച്ചു തരാം. ഇതാ ഈ ബസ്സിൽ ആളുകൾ വന്ന് ഇറങ്ങുന്നുണ്ട്. അയ്യപ്പനിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കും. ആൾക്കാർക്ക് ഒരു ഭയമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. പക്ഷേ രാജ്കുമാർ, എനിക്ക് അത് ഓർമ്മിപ്പിക്കാനുള്ളത് അങ്ങനെ കാണിക്കേണ്ട ഒരു സമയവും സാഹചര്യവുമല്ല. ഒരു മുന്നറിയിപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ പിന്നെ സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതെ, ധാരാളം ഒരു ബസ് നിറച്ച് സ്ത്രീകളും എല്ലാവരും ഉണ്ട്, പുരുഷന്മാരും ഒക്കെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്തൊന്ന് ചോദിക്കാൻ പറ്റും. ഇന്നേ ചേട്ടാ നമസ്കാരം, കൈരളി TV നിന്നാണ്. ഇന്ന് ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടെന്നുള്ള റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം എവിടെ നിന്ന് വരിക? വെഞ്ഞാറമൂട്. ഈ കൊല്ലം കടൽ കാണാനായിട്ട് വന്നതാണോ? എന്താ പരിപാടി? നമ്മൾ എടുത്ത പള്ളി പോകാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒന്ന് കയറി ഗോൾഡൻ ബീച്ച് കണ്ടിട്ട് പോകുന്നു അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നു? അറിഞ്ഞിട്ടില്ല. ഈ വാട്സപ്പ് ഒക്കെ എന്തിനായിരിക്കുന്നു? കാണുന്നില്ല. പത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ TV-യിലൊക്കെ ഉണ്ടായിരുന്നു. പ്രതിസന്ധി ഉണ്ട്. അത് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലാണ് കേരള തീരം കടന്നു പോകുന്നത് എന്നാണ് അവരുടെ കാലാവസ്ഥ അറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസം എന്നാണ് അതിന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉഷ്ണമൊക്കെ ഉണ്ടല്ലോ, കടുത്ത ചൂടല്ലേ, ഉഷ്ണതരംഗം. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തൊക്കെ? ചൂട് കൂടുതലാണ്. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. കിടന്നുറങ്ങാനും പറ്റൂല. പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ അതും പോക്ക് തന്നെ. കറണ്ടൊക്കെ കൊണ്ട് കുഴപ്പമില്ല. സഹായിച്ച് നമ്മൾ ഉടനെ പോവും. നിങ്ങൾ എത്ര പേരുണ്ട് സംഘത്തിൽ? ഞങ്ങൾ 47. നമ്മളങ്ങ് ഇറങ്ങൂല. നമ്മൾ നേരെ തിരിച്ചപ്പോൾ പോകും. അങ്ങനെ അല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. നല്ല കാര്യമാണ്. നമ്മൾ അറിഞ്ഞാൽ നമ്മൾ പോകില്ലല്ലോ. കടൽക്ഷോഭത്തിൻ്റെ അതിൻ്റെ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം. ഇറങ്ങൂല. തീരത്ത് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. എപ്പോഴാന്ന് പറയാനൊക്കെ ഇല്ലല്ലോ. സഹോദരി, ഇന്നേ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറിഞ്ഞിരുന്നോ? ഇന്ന് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുക. അറിഞ്ഞോ? അറിഞ്ഞില്ല. വാട്സപ്പ് അതങ്ങനത്തെ ഫേസ്ബുക്ക് സംഭവങ്ങളൊന്നുമില്ല. അതിനകത്തൊന്നും കണ്ടില്ല. നോക്കിയില്ല. എല്ലാം ഉണ്ട്, പക്ഷെ നോക്കിയില്ല.